എല്ലാവർക്കും നമസ്കാരം. രാജരാജേശ്വരി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. മേടമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ശിതവർഷത്തെ, അതായത് വെളുത്ത വർഷത്തെ മൂന്നാമത്തെ ദിനമാണ് അക്ഷയ തൃതീയ എന്ന പുണ്യദിനം. ഒരിക്കലും ക്ഷയിക്കാത്ത പുണ്യം നേടുന്നതിന് നല്ല സുദിനമാണിത്. കൃതയുഗം ആരംഭിച്ചത് അക്ഷയ തൃതീയ ദിനത്തിലാണ്. പിതൃസമർപ്പണത്തിനും ഇത് പുണ്യദിനമാണ്. അച്ഛനമ്മമാരുടെ പരമ്പരയിലെ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടിയുള്ള കർമ്മങ്ങൾക്ക് നല്ലതാണ് ഈ പുണ്യദിനം. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. വീട് പണി തുടങ്ങാനും വിത്ത് വിതയ്ക്കാനും കിണർ കുഴിക്കാനും പുതിയ സംരംഭം തുടങ്ങുന്നതിനും സേവനമായാലും കച്ചവടമായാലും പുതിയ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ് ആയാലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഏറ്റവും പറ്റിയ സമയമാണിത്. ഈ ദിവസം വിവാഹം നടത്തുന്നത് പുണ്യപരമായി കണക്കാക്കാറുണ്ട്. ആ വിവാഹത്തിന് വിജയം ഉണ്ടാകാറുണ്ട് എന്നാണ് വിശ്വാസം. ഈ ദിവസം ദാഹജലം നൽകുന്നതും സംഭാരം മുതലായ ദാഹജലം നൽകുന്നതും വിശപ്പിന് ആഹാരം കൊടുക്കുന്നതും ഏറ്റവും പുണ്യകർമ്മമായി ആചരിക്കാറുണ്ട്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു കൈ സഹായം ചെയ്യുന്നതും, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അന്നം ദാനം ചെയ്യുന്നതും ക്ഷയിക്കാത്ത പുണ്യം നൽകുന്ന സുദിനമാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്നതും സാമ്പത്തിക പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും പുണ്യദായകമാണ്. പൂജാമുറിയിലെ ഇഷ്ടദേവതയ്ക്കും കുടുംബദേവതയ്ക്കും പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, താമര, മുല്ല, മന്ദാരം തുടങ്ങിയ പുഷ്പങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടിയും സംരംഭ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. വ്യാഴപ്രീതികരമായ നിറമാണ് മഞ്ഞ. ലോഹങ്ങളിൽ സ്വർണം വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ആയതിനാൽ സർവേശ്വരകാരനായ വ്യാഴ പ്രീതിക്ക് വേണ്ടിയും സ്വർണത്തെ ദൈവികത്വം കൽപ്പിച്ച് ആരാധിക്കാറുണ്ട്. ആ രീതിയിൽ ചില സ്വർണം വാങ്ങാറുമുണ്ട്. ഭക്തി പുരസരമായ രീതിയിലും ദിവ്യത്വം കൽപ്പിക്കുന്ന രീതിയിലും ഐശ്വര്യം ഉണ്ടാകുന്നത് വിശ്വാസത്തോടു കൂടിയാണ് ഇത് വാങ്ങുന്നത്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സുഖസമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.